നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് വരുന്ന ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ സെക്കൻഡ് ബ്ലോക്കിനകത്ത് വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിനകത്ത് വരുന്ന ഫസ്റ്റ് യൂണിറ്റ് വരുന്ന ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ഉണ്ട്, സെക്കൻഡ് വരുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനും, തേർഡ് വരുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക്, ഫോർത്ത് വരുന്ന ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ടെസ്റ്റ് കേസും ആണ് വരുന്നത്. നമുക്ക് ആദ്യമേ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ് ഫംഗ്ഷന്, സബ് ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ദിസ് യൂണിറ്റ് ഡീറ്റെയിൽസ് ഇത് കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഇത് മോഡലിംഗ് ടെക്നിക് ഫോർ ദി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The typical procedure software system consists of multiple functions that share the same state and interact. അപ്പം എന്താ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ അല്ലെ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, അതിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ എസെൻഷ്യലി ഡീൽ വിത്ത് ക്രിയേറ്റിംഗ് ഫംഗ്ഷൻസ് ടു കൺവേർട്ട് ഇൻപുട്ട് ടു ഡിസൈർഡ് ഔട്ട്പുട്ട്. അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റുകൾ അല്ല, അതിന്റെ കുറച്ച് കീ എലമെന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷന്റെ സ്റ്റേറ്റ് ഉണ്ട്, സബ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാ. അപ്പം ഇപ്പൊ നിങ്ങൾ സി ആണേലും C++ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, എല്ലായിടത്തും നിങ്ങൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇപ്പൊ എന്താ വോയിഡ് ഗെറ്റ് ഡേറ്റ അല്ലെ ഗെറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ്, ഡിസ്പ്ലേ ഡേറ്റ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറില്ലേ. അതെന്താണ്, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു എന്താ സീക്വൻസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫംഗ്ഷൻ എന്താണ്ടായിരിക്കും, അതിനകത്ത് സബ് ഫംഗ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ഓപ്പറേഷൻസ് അതിനകത്ത് ഫംഗ്ഷൻ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതിനെ തന്നെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫംഗ്ഷൻ വരുന്നുണ്ട്, ഫംഗ്ഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്, സബ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ sequence of instructions required to perform a specific task. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, യൂണിറ്റ് ഓഫ് കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ sequence of instructions required to perform a specific task. It is often referred to as method or routine in different programming language. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ സ്റ്റേറ്റ്. ഫംഗ്ഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡേറ്റ ഓൺ വിച്ച് എ ഫംഗ്ഷൻ ഓപ്പറേറ്റ്. ഇപ്പൊ എന്താ ഫംഗ്ഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഗെറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് ഫംഗ്ഷൻ വുഡ് റിക്വയർ ദ എംപ്ലോയി സ്റ്റേറ്റ് സ്റ്റോർഡ് ഇൻ ദി ഡേറ്റാബേസ്. ഇൻ ദ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ ദ സ്റ്റേറ്റ് ഈസ് സെൻട്രലി സ്റ്റോർഡ് ആൻഡ് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ ഫംഗ്ഷൻസ്. അപ്പൊ എംപ്ലോയി ഡീറ്റെയിൽസിനകത്ത് നമ്മൾ എന്തായിരിക്കും, എംപ്ലോയിയുടെ ഡേറ്റ എല്ലാ എംപ്ലോയി ഡീറ്റെയിൽസിനെ സംബന്ധിച്ചുള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ സബ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, സബ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നു, അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ല. അപ്പൊ അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, മെയിൻ ഫംഗ്ഷൻ ക്യാൻ ബി ഫർദർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ റീയൂസബിൾ യൂണിറ്റ് ഓഫ് കോഡ് ഓർ sub functions or subroutines. For instance, get employee details is the main function. അതിനകത്ത് എന്തൊക്കെ സബ് ഫംഗ്ഷൻസ് വരുന്നത്, ഗെറ്റ് എംപ്ലോയി കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ഗെറ്റ് എംപ്ലോയി പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, സബ് ഫംഗ്ഷൻസ് ആണ്. അതായത് ഒരു മെയിൻ ഫംഗ്ഷനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, സബ് ഫംഗ്ഷൻസ് എന്ന് നമുക്ക് പറയാം. ഇനി ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ സിസ്റ്റം എസെൻഷ്യലി കൺസിസ്റ്റ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഈച്ച് ഓഫ് വിച്ച് പെർഫോം യൂണിക് ഫംഗ്ഷനാലിറ്റി. വൺസ് ദ ഹൈ ലെവൽ ഫംഗ്ഷൻസ് ആർ ഐഡന്റിഫൈഡ്, ഈച്ച് ഫംഗ്ഷൻ ഈസ് ഫർദർ ഡീകമ്പോസ്ഡ് ഇൻടു മോഡുലാർ sub-function. For instance, a high-level function such as update person details entirely can further broken down into.
അതായത് എന്താ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ നിന്നായിരിക്കും നമ്മൾ എങ്ങോട്ടേക്ക് വന്ന് സബ് ഫംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ മെയിൻ ഫംഗ്ഷൻ ടു സബ് ഫംഗ്ഷൻ ആയിരിക്കും അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ ടോപ്പ് ടു ഡൗണിലേക്കായിരിക്കും അതിന്റെ എന്ത് പറയുന്നത് എക്സിക്യൂഷൻ അല്ല അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഫംഗ്ഷൻ അസോസിയേഷൻ ഉണ്ട്. ഫംഗ്ഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആർ ഓഫൻ റിലേറ്റഡ് ഫോർ ഇന്ററാക്ഷൻ ആൻഡ് ഡേറ്റ ഷെയറിങ്. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ഫംഗ്ഷനുകളെല്ലാം തമ്മിലുള്ള ഒരു അസോസിയേഷൻ അല്ല അത് തമ്മിലുള്ള ഒരു കണക്ഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ഒരു ഇതിനകത്തുള്ള എന്താ ഏതെങ്കിലും ഒരു വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഐഡി ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഐഡി എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ആ ഒരു വാല്യൂനെ പർട്ടിക്കുലർ വാല്യൂനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും ആ ഫംഗ്ഷൻസ് ഒക്കെ തമ്മിൽ ഒരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഷെയറിംഗ് ആണ്. അപ്പൊ ഇത് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ഈസ് ഷെയർഡ് അമംഗ് വേരിയസ് ഫംഗ്ഷൻസ്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ദി അബോവ് എക്സാമ്പിൾ ദി സ്റ്റേറ്റ് ഓഫ് പേഴ്സൺ ഡീറ്റെയിൽസ് ഈസ് ഷെയർഡ് അമംഗ് ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പൊ എന്താ നമ്മള് ഫംഗ്ഷന്റെ അതായത് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്റ്റേറ്റ് ഷെയറിങ്ങിനകത്ത് വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന കൺസെപ്റ്റുകൾ, അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കൺസെപ്റ്റുകൾക്കകത്ത് വരുന്നതാണ്. ഒന്ന് മോഡലിംഗ് വരുന്നുണ്ട്, പിന്നെന്താണ് അബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, സ്റ്റേറ്റ് വരുന്നുണ്ട്, ഹൈറാർക്കി വരുന്നുണ്ട്. ഇപ്പൊ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഫംഗ്ഷൻസ് ആർ മോഡൽഡ് ഓൺ ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷനാലിറ്റി. അപ്പോൾ അവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. ഇൻ ദ ബാങ്കിങ് സിസ്റ്റം ഇത് കീ ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഫണ്ട്, ചെക്ക് ബാലൻസ്, അങ്ങനെ. അതായത് നമ്മൾ എന്തായിരിക്കും ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് വരുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഫംഗ്ഷൻസ് ആർ യൂഷ്വലി അബ്സ്ട്രാക്ട് ആസ് വെർബ്സ് സച്ച് ആസ് സബ്സ്ട്രാക്ട്, ബാലൻസ്, ഗെറ്റ്, എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്റ്റേറ്റ് വരുമ്പോൾ എന്തായിരിക്കാം? എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഫംഗ്ഷൻസ് ആയിരിക്കും നമ്മൾ എന്തായിരിക്കും അതിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി ഹൈറാർക്കി വരുമ്പോഴേക്കും എന്തായിരിക്കും? നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് അതിൽ നിന്ന് പലതായിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഹൈറാർക്കി ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ടിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ let us examine a few of the commonly used methods in the function oriented design for designing a solution to a problem എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൊല്യൂഷൻ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ അതായത് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിന്റെ സൊല്യൂഷൻസ് അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൊല്യൂഷൻ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ടോപ്പ് ഡൗൺ ഡികമ്പോസിഷൻ ഉണ്ട്, പിന്നെന്താണ് ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തേഡ് ഉണ്ട്, ഹൈറാർക്കിക്കൽ മോഡലിംഗ് ഉണ്ട്, മോഡുലാർ ഉണ്ട്, അബ്സ്ട്രാക്ഷൻ മോഡലിംഗ് ഉണ്ട്. ഈ ടോപ്പ് ഡൗൺ ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ടോപ്പ് ഡൗൺ ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ടു ബോട്ടത്തിലേക്ക്, അതായത് മെയിൻ ഫംഗ്ഷൻ ടു സബ് ഫംഗ്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെ ആയിരിക്കും പറയുന്നത്. ഡിവൈഡ് ആൻഡ് കോൺക്വർ എന്ന് പറഞ്ഞാലും ഇതേമാതിരി തന്നെ നമ്മളൊരു ലാർജർ ഫംഗ്ഷൻ ആട്ടെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആട്ടെ അതിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. ഹൈറാർക്കിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു വലിയ കാര്യത്തിനെ നമ്മൾ എന്താ സബ് ഡിവൈഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഹൈറാർക്കിക്കൽ ട്രീയിലേക്ക് സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കോമൺ കൺസെപ്റ്റ് ആണെങ്കിൽ അതിനെ തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ എന്തിനകത്ത് വരും? ഹൈറാർക്കിക്കൽ മോഡലിംഗിനകത്ത് വരും. ഇനി മോഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a modular system can be constructed by ensuring that each of its component module is loosely coupled with minimal dependencies. So അതായത് നമ്മൾ മൊഡ്യൂൾസ് നമ്മളിപ്പോ എന്താ ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒറ്റയടിക്ക് ഒരൊറ്റ കോഡായിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ അതിനെ എന്താക്കുന്നുണ്ട് പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ എന്താ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരൊക്കെ വരാം എന്ന് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും, അപ്പൊ അതിനെ നമുക്ക് അഡ്മിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എന്താ നമ്മുടെ പേഷ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല മൊഡ്യൂളുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതാണ് മോഡുലാറിനകത്ത് വരുന്നത്. ഇനി അബ്സ്ട്രാക്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന, ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക? ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അബ്സ്ട്രാക്ഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് സൊല്യൂഷൻ ഡിസൈൻ മെത്തേഡ്സ് ഇൻ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ.
നമ്മൾ കുറച്ച് പ്രോബ്ലം ഡൊമൈൻസ് നമ്മൾ മേളിൽ കണ്ടു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ലെറ്റസ് ലുക്ക് ദ സാമ്പിൾ പ്രോബ്ലം ഡൊമൈൻ ആൻഡ് അപ്ലൈ ദ സ്റ്റെപ്സ് ടു മെൻഷൻ അബോ. ഹിയർ ഈസ് ദ സാമ്പിൾ സെനാരിയോ ഓഫ് ലൈബ്രറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം സ്ട്രക്ചേർഡ് അനാലിസിസ് ആൻഡ് സ്ട്രക്ചേർഡ് ഡിസൈൻ. അപ്പൊ സ്ട്രക്ചേർഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? During the structured analysis stage, the functional decomposition take place. Each high-level function is carefully analyzed and it's broken down into smaller functional modules. In this stage, the problem description is also visually depicted in the data flow diagram. It is provided with the detailed and visual structure of the system with all the components and the subcomponents. അപ്പം സ്ട്രക്ചേർഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തോ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഫംഗ്ഷണൽ മൊഡ്യൂളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പം ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡേറ്റ ഫ്ലോ ഡയഗ്രം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രക്ചേർഡ് അനാലിസിസിന്റെ യൂട്ടിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. പ്രൊവൈഡ് ദ വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. ഇതൊരു പ്രോബ്ലത്തിന് എന്തോ തരുന്ന ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ തരുന്നുണ്ട്. പിന്നെ എന്താണ്, ഹെൽപ്പ് യൂസേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു റിവ്യൂ ദ ഡിസൈൻ ആൻഡ് ഹൈറാർക്കി, പിന്നെ ഹെൽപ്പ് ഇൻ വെരിഫൈങ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് ദി പ്രോബ്ലം ഡൊമൈൻ എലമെന്റ്സ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചേർഡ് ഡിസൈൻ. അപ്പൊ സ്ട്രക്ചേർഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വേറിൻ വി ടേക്ക് ദ ഫംഗ്ഷണൽ മൊഡ്യൂൾസ് ഐഡന്റിഫൈഡ് ഇൻ സ്ട്രക്ചേർഡ് അനാലിസിസ് ഫേസ് ടു മാപ്പ് ടു പ്രോഗ്രാം സ്പെസിഫിക് സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഫംഗ്ഷണൽ മൊഡ്യൂളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്ട്രക്ചറൽ ഡീകമ്പോസിഷൻ. അപ്പൊ സ്ട്രക്ചറൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എയിംസ് അറ്റ് ഡിസൈനിങ് എ ഫംഗ്ഷൻ ബേസ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഹൈലി കോഹസീവ് ആൻഡ് ലൂസ്ലി കപ്പിൾഡ്. അപ്പൊ ഈ കപ്ലിംഗ് എന്തുവാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, കപ്ലിംഗ് ആൻഡ് കോഹഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മൊഡ്യൂളുകൾ തമ്മിലുള്ള കണക്ഷൻ, അതിന്റെ ഡിപ്പെൻഡൻസിയും ഇന്റർഡിപ്പെൻഡൻസി എന്താണെന്നുള്ളതാണ് ഈ കപ്ലിങ്ങിനകത്തും കോഹഷനകത്തും വരുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് ഈ സ്ട്രക്ചറൽ ഡീകമ്പോസിഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് DFT എലമെന്റ്സ് ഇൻടു സ്ട്രക്ചർ ചാർട്ട് ഇൻവോൾവിംഗ് 3 ബോർഡ് സ്റ്റെപ്സ്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് എന്താണ്, സ്റ്റാർട്ട് വിത്ത് ദി എലമെന്റ്സ് ഇൻ DFT ദാറ്റ് ആർ ഫംഗ്ഷണൽ പ്രോസസിംഗ് യൂണിറ്റ്. ഗ്രൂപ്പ് ഓൾ ദോസ് എലമെന്റ്സ് വിതിൻ ദ സിംഗിൾ ഫംഗ്ഷൻ ഇൻ എ സ്ട്രക്ചർ ഡയഗ്രാം. പിന്നെ എന്താണ്, ക്രിയേറ്റ് ഇൻപുട്ട് ഫംഗ്ഷൻസ്, പിന്നെ എന്താണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ആദ്യം നമ്മൾ എന്തോ ചെയ്യേണ്ടത്, എലമെന്റ്സിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അതിനെ ഗ്രൂപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക, ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഡീറ്റെയിൽഡ് ഡിസൈൻ. അപ്പൊ ഡീറ്റെയിൽഡ് ഡിസൈൻസിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, അവിടെ the detailed design specification would be developed for each of the function come up with the architecture of the system. This specification can later be used to actual implementation of the given program ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് പ്രോബ്ലം സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്, ഡാറ്റ ടൈപ്സ് വരുന്നുണ്ട്, സ്പെസിഫിക്കേഷൻ ഫോർ ഓൾ ഫംഗ്ഷണൽ മൊഡ്യൂൾസ് വരുന്നുണ്ട്, കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്, സിഗ്നിഫിക്കന്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഡിസിഷൻസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈങ് കമ്പോണൻസ് ആൻഡ് ഇന്ററാക്ഷൻ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓരോ കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ്, അതായത് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്, ഡിസൈൻ മൊഡ്യൂളിന്റെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, സബ് ഫംഗ്ഷൻ ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്ററാക്ഷൻ മോഡലിംഗ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫംഗ്ഷനാലിറ്റി മോഡലിംഗ്. ഫംഗ്ഷനാലിറ്റി മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദ കമ്പോണന്റ് ഐഡന്റിഫിക്കേഷൻ ഓൾവേസ് സ്റ്റാർട്ട് ബൈ ഡികമ്പോസിംഗ് ഇൻ ദ ബിസിനസ് ഡൊമൈൻ പ്രോബ്ലം സ്ട്രക്ചർ ഇൻ വെൽ ഡിഫൈൻഡ് വിഷ്വൽ മോഡൽ. അതായത് നമ്മൾ എന്തായിരിക്കും ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രം ഒക്കെ ചെയ്യത്തില്ല, അതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, ഫംഗ്ഷനാലിറ്റി മോഡലിംഗിനകത്ത് വരുന്നത്. ഡിസൈൻ മൊഡ്യൂൾ ഡെവലപ്മെന്റ്. ഡിസൈൻ മൊഡ്യൂൾ ഡെവലപ്മെന്റിനകത്ത് എന്തായിരിക്കും വരുന്നത്, കൺവേർട്ട് ദ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഇൻ ദ DFT ഇൻടു ഡിസൈൻ മൊഡ്യൂൾ. അപ്പൊ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, മൊഡ്യൂളിലേക്ക്. അതായത് നമുക്ക് മൊഡ്യൂൾ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം വരുന്നുണ്ട്. ഇത് DFT കഴിഞ്ഞു, DFT അതായത് നമ്മൾ അതിന്റെ ഫ്ലോ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ എന്തായിരിക്കും നമുക്ക് വരുന്നത്, നമുക്കൊരു മൊഡ്യൂൾ ആണ് വരുന്നത്. അതായത് മൊഡ്യൂൾ ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അതായിരിക്കും നെക്സ്റ്റ് വരുന്നത്. അപ്പൊ മൊഡ്യൂൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓരോ മൊഡ്യൂളുകളും തമ്മിൽ എത്ര ഡിപ്പെൻഡൻസീസ് വരുന്നത്, അതായത് കപ്ലിംഗ് ആണോ കോഷൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ
വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്ന സബ് ഫംഗ്ഷൻ ഡെവലപ്മെന്റ്, അതായത് മെയിൻ ഫംഗ്ഷൻസ് നീഡ് ടു ബ്രോക്കൺ ഡൗൺ ഇൻടു സബ് ഫംഗ്ഷൻസ്. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻസിനെ പിന്നെ എന്താണ് സബ് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇന്ററാക്ഷൻ മോഡലിംഗ്, അതായത് ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് എലമെന്റ്സ്, അതായത് നമ്മളൊരു DFT ഒക്കെ വരയ്ക്കുമ്പോഴേക്കും എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന്റെ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് എലമെന്റ്സിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇന്ററാക്ഷൻ മോഡലിംഗിൽ നിന്ന് ആയിരിക്കും. ഇനി വിഷ്വലൈസിങ് ഇത് സൊല്യൂഷൻ, അതായത് നമ്മൾ പലയിടത്തും കണ്ട് വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം ഇവർ പറയുന്നുണ്ട്. അപ്പൊ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് DFT ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ DFT നമ്മൾ ഓൾറെഡി പഠിച്ചപ്പോൾ DFTയുടെ ലെവൽ 0 നമ്മൾ പറയുന്ന പേരായിരുന്നു എന്തെന്ന്, കോണ്ടെക്സ്റ്റ് ഡയഗ്രാം. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോണ്ടെക്സ്റ്റ് ഡയഗ്രാം is the visual modeling of the highest level of abstraction. It provide a high level context of overall system in the first level input data and final output data. It serves as the first steps of creating detailed DFT. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാ. ഇതിന്റെ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് ലെവലൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോണ്ടെക്സ്റ്റ് ലെവലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ DFT പഠിപ്പിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഡേറ്റാ ഫ്ലോ ഡയഗ്രാം എന്താണ്, അതിന്റെ എലമെന്റ്സ് എന്താണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനർ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഹൈ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസ്. ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ഇത് മോഡൽ ഫംഗ്ഷൻ ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഇൻ ടേംസ് ഓഫ് ടാസ്ക് ദേ പെർഫോം. അപ്പൊ എന്തിന്റെ ബേസിലായിരിക്കും ആ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വരുന്നത്, അത് പെർഫോം ചെയ്യുന്ന ടാസ്കിന്റെ ബേസിൽ. അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതായത് ഫംഗ്ഷൻ ക്യാൻ ബി മോർ റീയൂസബിൾ ഇഫ് ഇറ്റ് പെർഫോം എ സിംഗിൾ ടാസ്ക്. മെയിൻറ്റനബിലിറ്റി വരുന്നുണ്ട്, ട്രബിൾ ഷൂട്ടിംഗ് വരുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡബിലിറ്റി വരുന്നുണ്ട്. പിന്നെ എന്താണ്, അഡ്ഹറൻസ് ടു കീ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കംപ്ലീറ്റ്നെസ് ഉണ്ട്, കറക്റ്റ്നെസ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. അപ്പൊ എന്താ ഈ രണ്ട് കാര്യങ്ങള് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് ഹൈ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തിന്റെ ഹൈ ലെവൽ ക്യാരക്ടറിസ്റ്റിക്, അതായത് ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞിരിക്കുന്നത്. ഹൈ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്ന് ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസിന്റെ കേസിലും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, അഡ്ഹറന്റ് ടു കീ ഡിസൈൻ ക്രൈറ്റീരിയയുടെ ബേസിലായിരിക്കും. അപ്പൊ ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, റീയൂസബിലിറ്റി വരുന്നുണ്ട്, മെയിൻറ്റനബിലിറ്റി വരുന്നുണ്ട്, ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി വരുന്നുണ്ട്. ഇനി അഡ്ഹറൻസ് ടു കീ ഡിസൈൻ ക്രൈറ്റീരിയക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്, കംപ്ലീറ്റ്നെസ്, കറക്റ്റ്നെസ്, എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ്. ഇനി പറയുന്നതാണ് മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇവിടെയാണ് എന്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്. അപ്പൊ ഈ കൊഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൊഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് എന്ത് ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഒരു സിസ്റ്റം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിനെ നമ്മൾ എന്താണ്, അങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിന് നമ്മൾ പല പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. അല്ല ഒറ്റയടിക്ക് ഒരുമിച്ച് ആർക്കും അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പല പല മൊഡ്യൂളുകളായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സ്, അപ്പൊ ആ മൊഡ്യൂളിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് എന്താ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ചില കേസുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് എന്തെന്ന് പറയുന്നത്, കൊഹിഷൻ ആൻഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം അതാണ് എന്തിനകത്ത് പറയുന്നത്, മൊഡ്യൂൾ ലെവൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന കൊഹിഷനാ. അപ്പൊ എന്താന്നാ പറഞ്ഞിരിക്കുന്ന കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, cohesion is the measure of how well the internal elements of a module or a function are connected to each other എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു മൊഡ്യൂളിനകത്തെ എലമെന്റുകൾ അല്ലെങ്കിൽ ആ ഫംഗ്ഷനുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, അത് മറ്റൊന്നുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനെ
മെഷർ ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്ന കോഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു ഇൻ അതർ വേർഡ്സ് ദ ഫംഗ്ഷൻ ഷുഡ് പെർഫോം only a single task. The logic and variable present in the function should to perform the single activity only in the most optimal fashion. This enables to strong internal relationship between internal elements of a function. അതായത് നമുക്ക് ചില കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്, അതൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പേയ്മെന്റ് എന്താ നമുക്കിപ്പോ ഒരു എന്താ ഒരു നമ്മൾ കുറെ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോഴേക്കും എല്ലാത്തിനും കൂടെ ടോട്ടൽ ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ അതിന്റെ എന്താ ലാസ്റ്റ് നമ്മൾ ഫണ്ട് പേ ചെയ്യുന്നത്. ഓൺലൈൻ സിസ്റ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഷോപ്പിംഗ് കാർട്ട് സിസ്റ്റത്തിനകത്തൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമ്മൾ കാർട്ടിലിട്ട് ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴേക്കും അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ ബില്ലായിരിക്കും വരുന്നത്. പക്ഷെ അതൊക്കെ എന്തായിരിക്കും പല പല ഫംഗ്ഷൻസിനകത്തായിരിക്കും അതിന്റെയൊക്കെ എന്ത് നടക്കുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു കണക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കണക്ഷൻ അതിനെയാണ് നമ്മൾ എവിടെ പറഞ്ഞത്, അതായത് ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കണക്ഷനെ നമ്മൾ മെഷർ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ കോഷ്യൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കോഷ്യനകത്ത് നമ്മൾ പല ടൈപ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്ത് കോയിൻസിഡന്റൽ കോഷ്യൻ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കോഷ്യൻ വരുന്നുണ്ട്, സീക്വൻഷ്യൽ കോഷ്യൻ ഉണ്ട്, ഫങ്ഷണൽ കോഷ്യൻ വരുന്നുണ്ട്. അപ്പം കോയിൻസിഡന്റൽ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോഷ്യൻ ഇത് ഇന്റേണൽ ഫംഗ്ഷൻ ഇൻ എ ഗിവൺ മൊഡ്യൂൾ ആർ ലൂസ്ലി കോറിലേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ കോയിൻസിഡന്റൽ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്തായിരിക്കും അത് തമ്മിലുള്ള, അതായത് അവിടുത്തെ ഫങ്ഷൻസ് തമ്മിൽ എന്തായിരിക്കും അത്രയ്ക്കൊരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കത്തില്ല. അതാണ് ലൂസ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, in this type of cohesion the functions within the module update the same data type. എന്തായിരിക്കാം, the functions within the module update the same data type ആണ് കമ്മ്യൂണിക്കേഷൻ കോഷ്യൻ എന്ന് പറയുന്നത്. ഇനി സീക്വൻഷ്യൽ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഇത് ഫംഗ്ഷൻ ഓഫ് എ മൊഡ്യൂൾ ആർ സെഡ് ടു ഹാവ് എ സീക്വൻഷ്യൽ കോഷ്യൻ ഇഫ് ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസ് ഓഫ് എ മൊഡ്യൂൾ ഫോം എ sequence for executing a given functionality. For instance, the output of the first function is fed to the input of the second function. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഈ ഷോപ്പിംഗ് കാർട്ടിന്റെ ഒക്കെ ചെയ്യുമ്പോഴേക്കും ചില ഫംഗ്ഷന്റെ അത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നെക്സ്റ്റ് എവിടെ വരുന്നത്, ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിക്കുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീക്വൻഷ്യൽ കോഷ്യൻ എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ടൈപ്പ് ഓഫ് കോഷ്യൻ വെയറിൻ all function within a module are designed to achieve a single functionality. അപ്പൊ എന്തായിരിക്കും അവിടെ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും വരുന്നില്ല, ഓരോന്ന് എന്തായിരിക്കും സ്വന്തമായിട്ട് ഓരോ ഫങ്ഷണാലിറ്റീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്തിനകത്ത് വരുന്നത്, ഈ ഫങ്ഷണൽ കോഷ്യനകത്ത് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, കോഷ്യന് എക്സാമ്പിൾ അവർ തന്നിരിക്കുകയാണ്. അതായത് ഫംഗ്ഷൻ അപ്ഡേറ്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് എംപ്ലോയിക്കകത്ത് അതായത് വീക്ക് കോഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് എംപ്ലോയിക്കകത്ത് ഇതിന്റെ എംപ്ലോയി ഐ ഡി ഉണ്ട്, നെയിമും ഉണ്ട്. അതിനകത്ത് കുറച്ച് വേരിയബിൾസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലോഗർ ന്യൂ ലോഗർ, എന്നിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു, സ്റ്റേറ്റ്മെന്റ് കൊടുത്തതുണ്ടോ, എക്സിക്യൂട്ട് അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് നെയിം വേർ എംപ്ലോയി നമ്പർ ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എല്ലാത്തിന്റെ ആവശ്യം, അതായത് ഒരു വീക്ക് കോഷ്യൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി സ്ട്രോങ് കോഷ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഫോളോയിങ് ഫംഗ്ഷൻ വിത്ത് സ്ട്രോങ് കോഷ്യൻ, അതായത് ഫംഗ്ഷൻ കണക്ഷൻ ക്രിയേറ്റ് കണക്ഷൻ ഈഫ് കണക്ഷൻ ഈക്വൽ ടു നൾ കണക്ഷൻ ഈക്വൽ ടു നോ കണക്ഷൻ റിട്ടേൺ, അതായത് എബോവ് ഫംഗ്ഷൻ പെർഫോം സിംഗിൾ ടാസ്ക് ക്രിയേറ്റിംഗ് എ കണക്ഷൻ. ഇത് ഇന്റേണൽ വേരിയബിൾ ആൻഡ് ലോജിക് കംപ്ലീറ്റ്ലി കൺസേൺ വിത്ത് ദ ഓപ്പണിംഗ് എ കണക്ഷൻ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മളൊരു കണക്ഷൻ ആ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു കണക്ഷന്റെ വേരിയബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു ടാസ്കും കൊണ്ട് മുൻപോട്ട് കണ്ടിന്യൂ ചെയ്യണം, അതൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മുൻപോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിനായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രോങ് കോഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ തൊട്ട് മേളത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു ക്വറി എക്സിക്യൂഷനാണ്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ആ ഒരു കാര്യം ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻപോയ്ക്ക് നമുക്ക് അതായത് കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഈ സ്ട്രോങ് കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് കപ്ലിംഗ് ആണ്. അപ്പൊ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡിക്കേറ്റ് ചെയ്ത ഡിപ്പെൻഡൻസീസ് അക്രോസ് ഡിഫറെന്റ് മൊഡ്യൂൾസ്. അപ്പം തൊട്ട് മുന്നേ കണ്ടത് ഒരു മൊഡ്യൂളിനകത്തുള്ള ഫംഗ്ഷനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഷൻ എന്ന് പറയുന്നത്. അപ്പൊ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറഞ്ഞ നമുക്ക് പല മൊഡ്യൂളുകളുണ്ട്. ഇപ്പൊ എന്താണ്? അഡ്മിൻ വരും, അതേപോലെ തന്നെ ഡോക്ടേഴ്സ് വരാം, പേഴ്സൺസ് വരും. ഇതെല്ലാം പല മൊഡ്യൂളുകളാണെന്ന് ഇരിക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള കണക്ഷൻസിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കപ്ലിംഗ് ഇൻഡിക്കേറ്റ് ദ ഡിപ്പെൻഡൻസീസ് അക്രോസ് ദി ഡിഫറെന്റ് മൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. ഇഫ് എ മൊഡ്യൂൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഇൻ അനദർ മൊഡ്യൂൾ then it is known as a strong coupling. Lesser number of dependencies indicate loose coupling. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു ലൂസ് കപ്ലിംഗ് എന്ന് സ്ട്രോങ് കപ്ലിംഗ് എന്ന് കണ്ടു. അപ്പൊ എന്താണ് പറയുന്നത് സ്ട്രോങ് അല്ല ലൂസ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ട്രോങ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ മൊഡ്യൂൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഇൻ അനദർ മൊഡ്യൂൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ലെസർ നമ്പർ ഓഫ് ഡിപ്പെൻഡൻസീസ് ആണോ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൂസ് കപ്ലിംഗ് എന്നായിരിക്കും പറയുന്നത്. എ മൊഡ്യൂൾ വിത്ത് ലൂസ് കപ്ലിംഗ് ഓൺ അനദർ മൊഡ്യൂൾ ഓൾസോ have strong cohesion among its internal functions wherein internal functions coordinate to implement the module behavior. ഇതിനകത്ത് ടൈപ്സ് ഓഫ് കപ്ലിംഗ് നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? കണ്ടന്റ് കപ്ലിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോമൺ കപ്ലിംഗ് വരുന്നുണ്ട്, കൺട്രോൾ കപ്ലിംഗ് വരുന്നുണ്ട്, ഡേറ്റ കപ്ലിംഗ് വരുന്നുണ്ട്. അപ്പൊ അത് ഓരോന്നും എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ കണ്ടന്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കപ്ലിംഗ് വൺ മൊഡ്യൂൾ ഈസ് ഡിപ്പെൻഡന്റ് ആൻഡ് അപ്ഡേറ്റ് ദ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് അനദർ മൊഡ്യൂൾ. ദിസ് ഈസ് വെരി ടൈറ്റ് ഫോം ഓഫ് കപ്ലിംഗ്. അതായത് കണ്ടന്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മളൊരു വൺ മൊഡ്യൂൾ ഈസ് ഡിപ്പെൻഡന്റ് ആൻഡ് അപ്ഡേറ്റ് ദ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് അനദർ മൊഡ്യൂൾ എന്നാണ് പറഞ്ഞത്. അതായത് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മറ്റൊരു മൊഡ്യൂളുമായിട്ട് എന്തായിരിക്കും? അത് അതിനകത്തെ കണ്ടന്റ് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് മൊഡ്യൂളിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? അത് അത്രയും സ്ട്രോങ്ലി റിലേറ്റഡ് ആയിരിക്കും. അത് ടൈറ്റ് ഫോം ഓഫ് കപ്ലിംഗ് ആയിരിക്കും അവിടെ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വൺ മൊഡ്യൂൾ ഈസ് ഡിപ്പെൻഡന്റ് ആൻഡ് അപ്ഡേറ്റ് ദി ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് അനദർ എന്ന് വരുന്നത്. പിന്നെ കോമൺ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ദ മൊഡ്യൂൾ ഷെയർ ദ സെയിം ഗ്ലോബൽ ഡേറ്റ ഇറ്റ് ഈസ് നോൺ ആസ് കോമൺ കപ്ലിംഗ്. അതായത് മൊഡ്യൂളുകൾ കോമൺ ആയിട്ട് അതായത് ഒരു കോമൺ ഡേറ്റ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് പാസ്ഡ് ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ control is the logic and order to instruction in another module. For instance, the illustration of the control coupling if we pass the control flags and switches from one module to another module through the sequence of the steps branching can be varied. It forms the control coupling. Control coupling എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരു മൊഡ്യൂളിലേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക ആർഗ്യുമെന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തിനകത്ത് വരുന്നത്? കൺട്രോൾ കപ്ലിംഗിനകത്ത് വരുന്നത്. ഡേറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ടു മൊഡ്യൂൾസ് ആർ കപ്പിൾഡ് ബൈ ഫംഗ്ഷൻ പാരാമീറ്റർ ഇറ്റ് ഈസ് സെഡ് ടു ബി ഡേറ്റ കപ്പിൾഡ്. അപ്പൊ എന്തായിരിക്കാം? രണ്ട് മൊഡ്യൂളുകൾ ഒരു പാരാമീറ്ററിന്റെ ബേസിൽ ഒരു ഫംഗ്ഷൻ പാരാമീറ്ററിന്റെ ബേസിൽ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ദ ലൂസ് കപ്ലിംഗ് ഫോർ ഇൻസ്റ്റൻസ് എ ഫംഗ്ഷൻ കോൾ ത്രൂ ദ സ്പെസിഫൈഡ് ആർഗ്യുമെന്റ് ഫോം എ സ്റ്റാൻഡേർഡ് ഡേറ്റ കപ്ലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ടു മൊഡ്യൂൾസ് ആർ കപ്പിൾഡ് ബൈ എ ഫംഗ്ഷൻ പാരാമീറ്റർ ഇറ്റ് ഈസ് സെഡ് ടു ബി ഡേറ്റ കപ്ലിംഗ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തിനകത്ത് വരുന്നത്? കപ്ലിംഗിനകത്ത് വരുന്നത്. അപ്പൊ ഈ കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്നതാണ് ഈ യൂണിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോണം ഈ ഒരു യൂണിറ്റിനകത്ത്. അതായത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? കപ്ലിംഗ് ആൻഡ് കോഷൻ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ്. ഡേറ്റ കപ്ലിംഗിന്റെ ഒക്കെ ഷോർട്ട് ആയിട്ട് ഇവിടെ പറയുന്നത് ഡേറ്റ ഓഫ് വൺ മൊഡ്യൂൾ പാസ്ഡ് ടു അനദർ മൊഡ്യൂൾ ഈസ് കോൾഡ് ഡേറ്റ കപ്പിൾഡ്. അപ്പൊ ഡേറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഡേറ്റ നമ്മൾ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഡേറ്റ കപ്ലിംഗിനകത്ത് വരുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇവിടെ ഒരു ഡയഗ്രം ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഈ കപ്ലിങ്ങിനെ പറ്റിയുള്ളതുണ്ട്. കപ്ലിംഗ് ആൻഡ് കോഷൻ മൊഡ്യൂൾ കപ്ലിങ്ങിനകത്ത് നമ്മളിപ്പോ കണ്ടു ലൂസ്ലി കപ്പിൾഡ് അൺകപ്പിൾഡ് ടൈറ്റ്ലി കപ്പിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അപ്പം ഇത് കണ്ടോ ഇവിടെ ഒരു ഡയഗ്രത്തിനകത്ത് അവരത് വരച്ച് കാണിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ കപ്ലിങ്ങിനകത്ത് കണ്ടോ അൺകപ്പിൾഡ് ആണെന്നുണ്ടെ കണ്ടോ ഡിപ്പെൻഡൻസീസ് ഒന്നും ഇല്ല. ഇത് കണ്ടോ സർക്കിൾസ് എല്ലാം ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്.
പിന്നെ ഇതുണ്ട് ലൂസ്ലി കപ്പിൾഡ് വരുമ്പോഴേക്കും ചെറിയ കുറച്ച് ഡിപ്പെൻഡൻസീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഹൈലി കപ്പിൾഡ് വരുമ്പോൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്താണ് കണക്റ്റഡ് ആണ്. അപ്പൊ കപ്ലിങ്ങും കോഷ്യനും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. കപ്ലിംഗ് ഈസ് ഓൾസോ കോൾഡ് ഇന്റർ മൊഡ്യൂൾ ബൈൻഡിങ്. കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഷ്യൻ ഈസ് ഓൾസോ കോൾഡ് ഇൻട്രാ മൊഡ്യൂൾ ബൈൻഡിങ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്ലിങ്ങും കോഷ്യനും. അപ്പൊ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉള്ളതാന്ന് നമ്മൾ പറഞ്ഞത്? എവിടെ ഉള്ളതായിരുന്നു കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു മൊഡ്യൂളിനകത്തുള്ള ഫങ്ഷൻസ് തമ്മിലായിരിക്കും വരുന്നത്, അല്ല അതിന്റെ എലമെന്റ്സ് തമ്മിലായിരിക്കും വരുന്നത്. കപ്ലിംഗ് എന്ന് പറഞ്ഞാലോ മൊഡ്യൂളുകൾ തമ്മിലുള്ളത് കേട്ടോ. അപ്പൊ അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കപ്ലിംഗ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊഡ്യൂൾസ് ആയിരിക്കും. കോഷ്യൻ ഷോസ് ദ റിലേഷൻഷിപ്പ് വിതിൻ ദി മൊഡ്യൂൾ ആയിരിക്കും. ഇനി കപ്ലിംഗ് ഷോസ് ദ റിലേറ്റീവ് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ ദി മൊഡ്യൂളും കോഷ്യൻ ഷോസ് ദ മൊഡ്യൂൾസ് റിലേറ്റീവ് ഫങ്ഷണൽ സ്ട്രെങ്ത്. കപ്ലിംഗിനകത്ത് വൈൽ ക്രിയേറ്റിംഗ് യു should aim for low coupling, that is dependency among modules should be less. Quotient ആണെന്നുണ്ടെങ്കിൽ while creating you should aim to high quotient, that is cohesive component or module focus the single function with the little interaction with another module of the system. In coupling, modules are linked to the other modules ആയിരിക്കും. Quotient ആത്ത modules focused on a single thing ആയിരിക്കും വരുന്നത്. ഇതാണ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കപ്ലിങ്ങും കോഷ്യനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് 2 പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. കപ്ലിങ്ങും കോഷ്യനും തമ്മിലുള്ള, കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ മൊഡ്യൂൾ ബൈൻഡിങ് ആണെങ്കിൽ കോഷ്യൻ എന്തായിരിക്കും? ഇൻട്രാ മൊഡ്യൂൾ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കപ്ലിംഗ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊഡ്യൂൾസ് ആണെങ്കിൽ കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റിലേഷൻഷിപ്പ് വിത്തിൻ ദി മൊഡ്യൂൾ ആയിരിക്കും വരുന്നത്. ഇതാണ് കപ്ലിംഗ് ആൻഡ് കോഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ കപ്ലിംഗ് ആൻഡ് കോഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. ഇതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ റിയൽ വേൾഡ് ഒബ്ജക്റ്റുകളെ യൂസ് ചെയ്തിട്ട് എന്താ അതിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആയിരിക്കും എന്തിനകത്ത് പറയുന്നത്? ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ എന്താ? റീയൂസബിലിറ്റി വരുന്നുണ്ട്, അബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് ഹൈറാർക്കി ഉണ്ട്, എക്സ്റ്റെൻഡബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡൽ ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതിന്റെ കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആട്രിബ്യൂട്ട്, മെത്തേഡ്, അസോസിയേഷൻസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഡൊമൈൻ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ഈ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്
അപ്പൊ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ ബാക്കി നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഡൊമൈൻ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് അറിഞ്ഞെങ്കിലല്ലേ കാര്യം നടക്കത്തുള്ളൂ. എന്താ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്? In object-oriented design, class and their instance objects are categorized as static because they represent time invariant view of the system എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോഗ്രാമിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രോഗ്രാമിംഗിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്ലോബൽ സ്കോപ്പ് തരുന്ന ഒരു വേരിയബിളിനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ആയിരിക്കും വരുന്നത്. അതായത് അതിന്റെ വാല്യൂ ആയിട്ട് അതിന്റെ സ്റ്റേറ്റ് ആയിട്ട് ത്രൂ ഔട്ട് എന്തിനകത്ത് ഉണ്ടായിരിക്കും, ആ ഒരു പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ ക്ലാസ് ആൻഡ് ദർ ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് ആർ കാറ്റഗറൈസ്ഡ് as static because they represent time invariant view of the system. For instance, let us consider an object person with a person id and person name as its attribute. If the value of two attribute would not change within time once it is ഇൻഷ്യലൈസ്ഡ്. അതായത് നമ്മൾ ഈ ഒരു വാല്യൂ ഇൻഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവുന്നുണ്ട്. അത് അതിനകത്ത് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര സമയത്തേക്കാണ് നമുക്കത് വേണ്ട, ആ ഒരു ടൈമിൽ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം പ്രോബ്ലം ഡൊമൈൻ, സ്റ്റാറ്റിക് ഒബ്ജക്ട് മാപ്പിംഗ്, ഡീപ് ഡ്രൈവ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടുത്തെ പ്രോബ്ലം ഡൊമൈൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെയാണ് തന്നിരിക്കുന്നത്, സാമ്പിൾ സെനാരിയോ തന്നിരിക്കുന്നത് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ. അപ്പം ആദ്യമേ എന്താണ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. അപ്പം എന്തിന്റെ ബേസിലാണ്, അത് ചെക്ക്ഔട്ട്, അതായത് ബുക്ക് ചെക്ക്ഔട്ട് യൂസ് കേസ് ആണ് ആദ്യമേ തന്നിരിക്കുന്നത് എന്റെ സെനാരിയോ ആയിട്ട്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സ്റ്റുഡന്റ് എൻ്റർ ദ ലൈബ്രറി ആൻഡ് എക്സാമിൻ അവൈലബിൾ ബുക്ക്. പിന്നെ എന്താ ചെയ്യുന്നത്, സ്റ്റുഡന്റ് സെലക്ട് ദ ബുക്ക് ഓഫ് ദ ഇൻട്രസ്റ്റ് ഫ്രം ദി ലൈബ്രറി റാക്ക്. പിന്നെ സ്റ്റുഡന്റ് ദെൻ അപ്രോച്ച് ദ ലൈബ്രറിയൻ ആൻഡ് ഗീവ് ദ ബുക്ക്. ലൈബ്രറിയൻ മേക്ക് ദ എൻട്രി ഇൻ ദിസ് രജിസ്റ്റർ ഫോർ ദി ബുക്ക് അഗൈൻസ്റ്റ് ദി സ്റ്റുഡന്റ് ആൻഡ് ഇഷ്യൂ ദ ബുക്ക്. അത്രയും കാര്യങ്ങളാണ് ഒരു ബുക്ക് ചെക്ക്ഔട്ടിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഈ ഫീ where to identify the static object. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം, നമ്മുടെ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്, സ്റ്റുഡന്റ് വരുന്നുണ്ട്, ലൈബ്രറി വരുന്നുണ്ട്, ബുക്ക് വരുന്നുണ്ട്, ലൈബ്രറിയൻ വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്, അതായത് നമ്മളൊരു പ്രോബ്ലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, ത്രൂ ഔട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ നമുക്കൊരു സിറ്റുവേഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് എന്തിനെ ഐഡന്റിഫൈ ചെയ്യാം, ഈ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവരോട് പറയുന്നുണ്ട്, ഇവിടെ എന്ത് വരുന്നുണ്ട്, ഒരു റാക്ക് വരുന്നുണ്ട്, അതായത് ലൈബ്രറി റാക്ക് എന്ന് പറയുന്ന കാര്യം വരുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അതെപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനകത്ത് എന്താണ് ചേഞ്ചസ് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ബാക്കി സ്റ്റുഡന്റിന് ചേഞ്ച് സംഭവിക്കാം, അതേപോലെ തന്നെ ബുക്ക് മാറാം, ട്രാൻസാക്ഷൻ രജിസ്ട്രി, അതൊക്കെ അതിനകത്തൊക്കെ ചേഞ്ചുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്തിനകത്ത് പറയുന്നത്, ഈ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനകത്ത് പറയുന്നതാണ്. ത്രൂ ദ ലൈബ്രറി റാക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് എ noun, it is ignored in the irrelevant for the core use case എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഡൊമൈൻ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്. അതായത് ഹൗ വി ക്യാൻ സ്പെസിഫൈ ദ സ്റ്റാറ്റിക് ഒബ്ജക്ട് ഫോർ പ്രോബ്ലം ഡൊമൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സ്പെസിഫിക്കേഷൻ എസെൻഷ്യലി പ്രൊവൈഡ് എ കംപ്ലീറ്റ് ഡെഫിനേഷൻ ഫോർ ദി ഒബ്ജക്ട് ഇൻക്ലൂഡിംഗ് ഇറ്റ് പർപ്പസ്, failed or operational description so that the user can understand and use the object as expected.
ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ഫോർ ദി ക്ലാസ്സസ് എന്ന് പറയുന്ന പർപ്പസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്, ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പർപ്പസ് ഓർ റെസ്പോൺസിബിലിറ്റി, പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകൾ. അപ്പൊ പർപ്പസ് ഓർ റെസ്പോൺസിബിലിറ്റിക്ക് അത് എന്താ വരുന്നത്? അതായത് അതിന്റെ മെയിൻ പർപ്പസ് എന്താണോ അത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും? നെയിം, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആഡ് ആണോ, ഡിലീറ്റ് ആണോ, അപ്ഡേറ്റ് ആണോ, അങ്ങനെയുള്ള. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻ ക്ലാസ്സുകളായിരിക്കും അവിടെ വരുന്നത്. ഒരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റിന്റെ ഒരു പ്രോബ്ലം ഡൊമൈൻ, അതായത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ഫോർ സാമ്പിൾ പ്രോബ്ലം ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് ഇ കൊമേഴ്സിന്റെ ഒരു യൂസ് കേസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇ കൊമേഴ്സിനകത്തുണ്ട് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ദ യൂസ് കേസ് ആഫ്റ്റർ സെർച്ച് ആണ്. പിന്നെ എന്താണ്? ഐറ്റംസ് ആസ് ഡീറ്റെയിൽഡ് സച്ച് ആസ് നെയിമോ, വാല്യൂ, ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെന്താണ്? സെലക്ട്, അതായത് ഐറ്റംസ് ആഡ് ചെയ്യുന്നത് ഷോപ്പിംഗ് കാർട്ടിലേക്കുള്ള വരുന്നുണ്ട്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യും എന്നുള്ളത് കണ്ട കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ക്ലാസ് ഡയഗ്രാം വരച്ചായിരുന്നു. ക്ലാസ് ഡയഗ്രാം അതിനകത്ത് റിലേഷൻഷിപ്പുകളൊക്കെ കണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഇവിടെ ഡ്രോ ചെയ്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ഷോപ്പിംഗ് കാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്? ക്ലാസ് വരുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കാർട്ട് നെയിം വരുന്നുണ്ട്, കാർട്ട് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗെറ്റ് കാർട്ട് നെയിമും ആഡ് ടു കാർട്ടും ആണ് വരുന്നത്. അപ്പം ആ ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്ന ഒന്നായിരിക്കും വരുന്നത്. അതാണ് അവിടെ 1 കാണിച്ചിരിക്കുന്നത്. പിന്നെ താഴെ കണ്ട ഒരു സ്റ്റാർ സിമ്പിൾ കാണിച്ചിരിക്കുന്നത് കാർട്ട് ഐറ്റത്തിന്റെ മേളിലായിട്ട്. അപ്പൊ അതൊന്ന്, അതായത് കാർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് എന്ത് വരാം? മൾട്ടിപ്പിൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ 1 to many ആണ് അവിടെ വന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കാർട്ട് ഐറ്റത്തിനകത്ത് ഐറ്റം നെയിം, ഐറ്റം വാല്യൂ, ഐറ്റം ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെ മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗെറ്റ് ഐറ്റം വാല്യൂ, ഗെറ്റ് ഐറ്റം നെയിം, ഗെറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ. അപ്പം ഇതേപോലെ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുള്ളതും അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളതും ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു സിറ്റുവേഷൻ തരുവാണ്, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ യൂസ് കേസിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ അതിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുന്നു, അല്ലെ എങ്ങനെ ആട്രിബ്യൂട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ മുന്നേ പഠിച്ചത് ഇവിടെ അപ്ലൈ ചെയ്ത് കാണിച്ചിരിക്കുക, നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ച കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്ന ആപ്ലിക്കേഷൻ ലോജിക് ഒബ്ജക്റ്റിനെ പറ്റിയാണ്. ആപ്ലിക്കേഷൻ ലോജിക് ഒബ്ജക്റ്റിനകത്ത് ടിപ്പിക്കൽ മൾട്ടി ടയർഡ് ആർക്കിടെക്ചർ, the application logic or business logic will be in business application layer. The layered architecture provides separation of concerns, so the object in individual layers can be independently modified and extended due to loose coupling. Business application layer consists number of objects such as business object, data access object, service record, delegate bean object, etc. Normally, the application logic would be part of the business object. The motivation of the application logic object എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് following are the some of the key motivating factors for creating in the separate application logic object. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ആപ്ലിക്കേഷൻ ലോജിക് ഒബ്ജക്റ്റിനകത്ത് സെൻട്രലൈസ്ഡ് ആക്സസ് ടു ആപ്ലിക്കേഷൻ ലോജിക് വരുന്നുണ്ട്, ലൂസ് കപ്ലിംഗ് ആൻഡ് ഇൻക്രീസ്ഡ് ടെസ്റ്റബിലിറ്റി, ലേയേർഡ് സെപ്പറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലോജിക് കൺസേൺ ആൻഡ് റീയൂസബിലിറ്റി ഓഫ് ആപ്ലിക്കേഷൻ ലോജിക്. Identification of application logic object. In this use case, all the object consist of core application logics are potentially candidate for the application logic object. അപ്പൊ അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒന്ന് ഓണർ ഓഫ് ദി കോർ ബിസിനസ് ലോജിക് ഉണ്ട്, പിന്നെ എന്താണ് ഇന്ററാക്ട് വിത്ത് അതർ ആപ്ലിക്കേഷൻ ലോജിക് ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ യൂസ്ഡ് ആപ്ലിക്കേഷൻ ട്രാൻസാക്ഷൻസ്. ഒരു സാമ്പിൾ ഇവിടെ തന്നിരിക്കും. അപ്പൊ സാമ്പിൾ സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂസ് കേസ് പ്രിപ്പയർ ചെയ്യുക. അതായത് സാമ്പിൾ ആപ്ലിക്കേഷൻ ലോജിക്, അതായത് തൊട്ട് മുന്നേ വരെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടത്.
അപ്പൊ എന്താണ് ജസ്റ്റ് ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ മാത്രമേ ആയുള്ളൂ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ലോജിക്കിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം? The user can open account by providing the details required for opening an account. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണ്ടേ? പിന്നെ എന്താണ്, അക്കൗണ്ട് സേവിങ്സ് ആണോ ചെക്കിംഗ് അക്കൗണ്ട് ആണോ എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ സേവിങ്സ് അക്കൗണ്ട് ഷുഡ് കണ്ടെയ്ൻ ദ മിനിമം ബാലൻസ് ഓഫ് 10,000 rupees per quarter. If not satisfied, then fine runs 500 for deduced. പിന്നെ എന്താണ്, if savings account lacked only one credit card, a credit card credit limit based on user's balance in savings account for an entire year. If the user fails to pay the minimum amount due the credit card, then the credit card is authorized to automatically debit the amount from the linked saving account. The credit card will be automatically blocked if the minimum amount is not present in the saving account. ഇങ്ങനെയാണ്, അതായത് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അവിടെ യൂസ് കേസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അക്കൗണ്ട് വരുന്നുണ്ട്, സേവിങ് അക്കൗണ്ട് വരുന്നുണ്ട്, കറന്റ് അക്കൗണ്ട് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്. ഇതിന്റെ ബേസിൽ അതിന്റെ ഒരു ലോജിക്ക് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ക്ലാസ് ഡയഗ്രത്തിന്റെ ബേസിൽ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം? അക്കൗണ്ടിന്റെ നമ്പർ ഉണ്ട്, പിന്നെ എന്താണ്, അക്കൗണ്ട് ഹോൾഡറുടെ നെയിം വരാം. പിന്നെ അതിനകത്ത് വരുന്നത്, അതായത് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്ലാസ് നെയിം ആണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് നെയിം കഴിഞ്ഞു, പിന്നെ ആട്രിബ്യൂട്ട് വന്നു. ഇനി എന്താണ് വരുന്നത്? മെത്തേഡ്സ് അല്ലെ ഓപ്പറേഷൻസ്. അപ്പൊ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്? ഗെറ്റ് അക്കൗണ്ട് ഹോൾഡർ നെയിം ഉണ്ട്, പിന്നെ എന്താണ്, ആക്റ്റീവ് അക്കൗണ്ട് ഉണ്ട്, ക്ലോസ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ആ മെത്തേഡ്സ് വന്നു. ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് വരുന്നത്? സേവിങ് അക്കൗണ്ട് ഉണ്ട്, ചെക്കിംഗ് അക്കൗണ്ട് ഉണ്ട്. ഇപ്പൊ സേവിങ് അക്കൗണ്ടിനകത്തും ചെക്കിംഗ് അക്കൗണ്ടിനകത്ത് എന്തുള്ള ഓപ്പറേഷൻസ് മാത്രമേ അവിടെ പെർഫോം ചെയ്യുന്നുള്ളൂ. അതിനകത്ത് എന്തില്ല, ആട്രിബ്യൂട്ടുകൾ വരുന്നില്ല. അപ്പൊ അവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് സേവിങ് അക്കൗണ്ടിനകത്താണെങ്കിൽ എന്താണ്, ചെക്ക് ക്വാർട്ടർലി അവൈലബിൾ ബാലൻസ്, ആവറേജ് ബാലൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓട്ടോ ഡെബിറ്റ് ക്വാർട്ടർലി ബാലൻസ് ഫീയും അവിടെ വരുന്നുണ്ട്. ചെക്കിംഗ് അക്കൗണ്ടിനകത്താണല്ലോ ചെക്ക്, ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ്. ഇനി ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ സേവിങ് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ്, അതായത് ഒരു സേവിങ് അക്കൗണ്ടിന് എന്താണ്, ഒരു ക്രെഡിറ്റ് കാർഡ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ 1-to-1 റിലേഷൻഷിപ്പ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നത്? കാർഡ് നമ്പർ, കാർഡ് ഹോൾഡർ നെയിം, പാൻ കാർഡ് നമ്പർ, അവരുടെ അഡ്രസ്. അതിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസോ ഓട്ടോ ഡെബിറ്റ്, മിനിമം എമൗണ്ട് ഡ്യൂ വരുന്നുണ്ട്, പിന്നെ ബ്ലോക്ക് കാർഡ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഒരു ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യുന്നു, അതിന്റെ ഒരു പ്രോബ്ലം ഡൊമൈനും അതെങ്ങനെ ഡ്രോ ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെ നമ്മളൊരു യൂസ് കേസ് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ മുന്നേ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു യൂട്ടിലിറ്റി ഒബ്ജക്ട്, അതായത് ഐഡന്റിഫിക്കേഷൻ ഓഫ് നെസസറി യൂട്ടിലിറ്റി ഒബ്ജക്ട് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യൂട്ടിലിറ്റി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെൽപ്പേഴ്സ് ആയിരിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഒബ്ജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും എന്തെന്ന് യൂട്ടിലിറ്റി ഒബ്ജക്ട് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്നത്, ഒബ്ജക്ട് ഷുഡ് ആക്ട് ആസ് എ ഹെൽപ്പർ ടു ദ ഫ്രെയിംവർക്ക് ക്ലാസ്. And the object should provide reusable context independent utility throughout the system. And the utility provided by the object should be used across various layers. കോമൺ യൂട്ടിലിറ്റി ഒബ്ജക്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. യൂട്ടിലിറ്റി ഒബ്ജക്റ്റ് ആരൊക്കെയാണ്? ക്യാച്ചിങ് യൂട്ടിലിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹാൻഡ്ലിങ്ങിന്റെ ക്യാച്ചിങ് റിക്വയർമെന്റ് ആയിരിക്കും. പിന്നെ ലോഗിങ് ഹെൽപ്പർ വരുന്നുണ്ട്, അതായിരിക്കും അതായത് നമ്മുടെ എറർ ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഫയൽ റീഡർ യൂട്ടിലിറ്റി വരുന്നുണ്ട്, റിസോഴ്സ് ലൊക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ബിൽഡ് യൂട്ടിലിറ്റി ഉണ്ട്, എൻക്രിപ്ഷൻ വരുന്നുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലർ വരുന്നുണ്ട്, എൻകോഡർ യൂട്ടിലിറ്റി വരുന്നുണ്ട്, സ്ട്രിംഗ് കൺവേർട്ടർ വരുന്നുണ്ട്, മൾട്ടി ലാംഗ്വേജ് യൂട്ടിലിറ്റി വരുന്നുണ്ട്, പിന്നെ എന്താണ്, കോൺഫിഗറേഷൻ ഹാൻഡ്ലർ വരുന്നുണ്ട്, വാലിഡേഷൻ യൂട്ടിലിറ്റീസ് വരുന്നുണ്ട്. ഇതുണ്ട് ക്രെഡിറ്റ് കാർഡ് എക്സാമ്പിൾ അതിന്റെ തന്നിരിക്കുക, ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ ഫോർമാറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ യൂട്ടിലിറ്റി ഒബ്ജക്ട് ഹെൽപ്പിംഗ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വരുന്ന ആരാണ്? നമ്പർ ഫോർമാറ്റ്. അതായത് ഓരോ ക്രെഡിറ്റ് കാർഡിന് ഒരു നമ്പർ ഫോർമാറ്റ് വരുന്നില്ല, ഒരു റൂള് നമ്മൾ അവിടെ വരുന്നുണ്ടല്ലോ, അതായത് അത് ആരൊക്കെ യൂസ് ചെയ്തു, എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യൂട്ടിലിറ്റി ഒബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഫോർമാറ്റ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ എബോവ് എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് ഈസ് ആപ്ലിക്കേഷൻ ലോജിക് ഒബ്ജക്ട് ഹാൻഡ്ലിംഗ് ഫോർ ദി core business rules.
internally it use the utility object number formatter to convert the user input into the properly formatted 16-digit credit card number. The method provide in a number formatter such as format, അതായത് സ്ട്രിങ് വരുന്നുണ്ട്, സ്പേസസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നില്ലേ. അപ്പൊ അതൊക്കെ എന്താണ് യൂട്ടിലിറ്റി ഒബ്ജക്റ്റ്. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 16 ഡിജിറ്റ് ആയിരിക്കും, ഡിജിറ്റ് നമ്പർ ആയിരിക്കും എപ്പോഴും എന്തിനു വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡിന് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, യൂട്ടിലിറ്റി ഒബ്ജക്റ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ സ്റ്റാറ്റിക് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? നമ്മുടെ റിയൽ വേൾഡ് ഒബ്ജക്റ്റുകളായിരിക്കും എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ സെനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ആയിരിക്കും? അക്കൗണ്ട് ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, ഡിപ്പോസിറ്റ്, അതൊക്കെ. അതായത് ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ആൾക്കാരാണ് എന്തൊക്കെ? ഈ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അക്കൗണ്ട്, പിന്നെ അവിടെ ആരുണ്ടായിരിക്കണം? കസ്റ്റമർ ഉണ്ടായിരിക്കണം, പിന്നെ എന്തുണ്ടായിരിക്കണം? ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ആണ് നമ്മൾ എന്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒബ്ജക്റ്റുകളെ, സ്റ്റാറ്റിക് ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് ഗ്രൂപ്പിംഗ് സിമിലർ ഒബ്ജക്റ്റ്. അതായത് സെയിം ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒബ്ജക്റ്റുകളെ ഒക്കെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്തിനകത്ത് വരുന്നത്? ഗ്രൂപ്പിംഗ് സിമിലർ ഒബ്ജക്റ്റിനകത്ത് വരുന്നത്. അതായത് ബാങ്കിങ് സെനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സേവിങ് അക്കൗണ്ട്, ചെക്കിംഗ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ? അതൊക്കെ എന്തിനകത്ത് വരും? നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്, അതായത് നമുക്ക് ചിലപ്പം ചില ഡേറ്റാസ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഡ്യൂപ്ലിക്കേറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇവിടെ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു യൂണിറ്റിനകത്ത് മെയിൻ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ തൊട്ട് മുന്നേ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ക്ലാസ് ഡയഗ്രാം വരയ്ക്കുന്നതും അതേപോലെ യൂസ് കേസ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ എന്താണ് സ്ട്രക്ചർ ചാർട്ടും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കണമെങ്കിലാട്ടെ, അല്ലെങ്കിൽ ക്ലാസ് ഡയഗ്രാം പ്രിപ്പയർ ചെയ്യണമെങ്കിലാട്ടെ അതിനകത്തേക്ക് നമുക്ക് എന്ത് വേണം? ഒബ്ജക്റ്റുകൾ വേണം. അപ്പൊ ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതിന്റെ ലോജിക്ക് എന്താണ്? എന്താണ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്? ഏതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റുകൾ? അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത്രയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് വരുന്നത്. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക്. അപ്പം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക് എന്നത്. അപ്പം ഈ ഒരു ബ്ലോക്കിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതുവരെയും പഠിച്ചതിൽ ഒന്ന് വരുന്നത് കോഷ്യൻ കപ്ലിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ ആണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുണ്ട് ഇവിടെ, നോക്കിക്കേ. നമ്മൾ കംപ്ലീറ്റ് ആയാലും ഞാൻ ജസ്റ്റ് ആ ഒരു മോഡൽ ഒന്ന് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു SRS എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് കണ്ടോ, ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ഡെവലപ്പ് SRS ഫോർ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം. അതിന്റെ ഷോർട്ട് ആയിട്ട് അവർ OAS എന്ന് തന്നിട്ടുണ്ട്. ഫോർ യൂണിവേഴ്സിറ്റി എന്ത് ഫോർമാറ്റ് ആണ്? IEEE ഫോർമാറ്റ്. മേക്ക് നെസസറി അസംഷൻ. എത്ര മാർക്കാണെന്ന് നോക്കിക്കേ, 25 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മൾ മൊഡ്യൂള് ആദ്യമേ അതിനെ മൊഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നെ അതിനകത്ത് വരുന്ന എന്താണ് ഒബ്ജക്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ആട്രിബ്യൂട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ കണ്ട ചാപ്റ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരുവിധമുള്ള അതായത് ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് നിങ്ങളൊന്ന് ചെയ്തു നോക്കണമെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു SRS എങ്കിലും പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല. എക്സാമിന് ചെന്നിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും SRS പ്രിപ്പറേഷൻ എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചില്ല മോഡലിംഗ്, നമ്മൾ പഠിച്ചില്ല. ഇതിനകത്ത് ലാസ്റ്റ് യൂണിറ്റ് നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ അടുത്ത ക്വസ്റ്റ്യന്, ഡേറ്റ ഡിക്ഷണറി, വാട്ട് ആർ ഇറ്റ്സ് കണ്ടന്റ്, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. പിന്നെ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ 0 ആൻഡ് ഫസ്റ്റ് ലെവൽ DFD ഫോർ OAS. OAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം. നമ്മൾ ഇപ്പൊ കണ്ട SRS എഴുതാൻ പറഞ്ഞില്ലേ, അതിന്റെ തന്നെയാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? DFD. അതായത് DFD വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DFD വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്? 0യും ഫസ്റ്റും ലെവൽ DFD ആണ് ചോദിക്കുക. അപ്പൊ 0th ലെവൽ വരയ്ക്കാൻ എളുപ്പമാണ്. അതിനകത്ത് വരുന്ന മൊഡ്യൂളുകളും സെൻട്രൽ ഏത് അതിന്റെ നെയിം, അതായത് ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ ഫസ്റ്റ് ലെവലേ ഉള്ളൂ, അത് വെച്ചിട്ട് ആ ഫസ്റ്റ് ലെവലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ പഠിച്ചാട്ടൊന്നും നമ്മൾ ആയില്ല. അത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചാട്ട് നമ്മൾ ആയില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ERD കണ്ടോ? ERD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം. ഇന്നലെ നമ്മൾ പഠിച്ചതാ. അതും എന്തിന്റെ തന്നെ സെയിം. അതായത് ഈ ഒരു ഒറ്റ ക്വസ്റ്റിനെ ആദ്യം SRS ചോദിക്കുന്ന ക്വസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും താഴോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ എന്താ അറിഞ്ഞിരിക്കണം? എൻറ്റിറ്റീസ്, ഓരോ എൻറ്റിറ്റീസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ കണ്ടോ അതിന്റെ തന്നെ യൂസ് കേസ് ചോദിച്ചേക്കുന്നത്. യൂസ് കേസ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഇന്നലെ ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കണ്ടത് യൂസ് കേസ് ആയിരുന്നു. യൂസ് കേസ് ഡയഗ്രം ചോദിച്ചിട്ടുണ്ട്. അത് എത്ര മാർക്കിനാ? 10 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാ. പിന്നെ ഇതേണ്ടേ, വാട്ട് ഈസ് മീൻ ബൈ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ. ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കണ്ട എന്താണ്? ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ. എന്താണ് ഫംഗ്ഷൻ, സബ് ഫംഗ്ഷൻസ്, ഫംഗ്ഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ, കൺസെപ്റ്റ് അസോസിയേറ്റ് വിത്ത് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ വെച്ചിട്ടാ. കണ്ടോ ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ എന്നുള്ളത്. പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, ഫംഗ്ഷൻ സ്റ്റേറ്റ് പറയുന്നുണ്ട്, സബ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ അല്ലേ? അതാണ് അവിടെ 10 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ഇത് കണ്ടോ, സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ്? ഹൗ വിൽ യു ഐഡന്റിഫൈ ദം, എക്സ്പ്ലെയിൻ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം. എന്താണ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്നും എങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുള്ളതും എക്സാമ്പിളും. അപ്പൊ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് ആദ്യമേ നമ്മൾ സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്നല്ലായിരുന്നു തുടങ്ങിയത്. സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പം അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ടിന്റെ ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്താണ് സ്റ്റാറ്റിക് ഒബ്ജക്റ്റ് എന്നുള്ളതും എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ തന്നെ ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എക്സാമ്പിളുകൾ. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞേച്ചാൽ മതി. പിന്നെ നമ്മൾ ആയില്ല.
അഞ്ചാമത്തെ ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചില്ല. പക്ഷെ ഇത് കണ്ടോ, കപ്ലിംഗ് കോഷ്യന്റ് നമ്മൾ പഠിച്ചല്ലോ. 10 മാർക്കിന് ചോദിച്ചിരിക്കുക. വാട്ട് ഈസ് മീൻ ബൈ കോഫിഷ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഫിഷ്യൻ. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ഇതുപോലെ നിങ്ങൾ പഴയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കഴിഞ്ഞ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇതേ മോഡലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതേപോലെ ERO SRSO DFTO ഒന്നും വിട്ട് കളയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അവിടെ മാറുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ആ സിസ്റ്റം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം ആണ്. ആ ഒരു സിസ്റ്റം മാറും, അത് മാറി മാറി ആയിരിക്കും ചോദിക്കുന്നത്. ബാക്കി വരുന്ന എല്ലാം ഇതേമാതിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാ. അപ്പം ഒരു തവണയെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാതെ അപ്പം നിങ്ങൾ ചെന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ തന്നെ ER അതേപോലെ തന്നെ SRSും DFDയും എല്ലാം യൂസ് കേസും എല്ലാം ഒന്ന് വരച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്താ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടെസ്റ്റിംഗ് അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? എറർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള മെയിൻ ആയിട്ട്. അതായത് ക്വാളിറ്റി ആണ് അവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതായത് എറർ ഫ്രീ ആക്കുക. എന്തെങ്കിലും എറേഴ്സുകൾ ഉണ്ടോ അല്ലെ ബഗ്സുകൾ ഉണ്ടോ അതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എറർ ഫ്രീ ആക്കുക എന്നുള്ളതാണ്, അല്ലെ ഒരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ടുള്ള ഉദ്ദേശം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫേസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. It is a repetitive process that help identify not only the errors in developed application but also correct those errors. One may think that finding errors is a simple task. Then why would we need to pay the importance to testing? അപ്പം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ടെസ്റ്റിംഗ്, എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, അതിന്റെ റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്താണ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താണ്, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ട്, യൂണിറ്റ് ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് unit testing is performed to test a single program, whereas module testing is required to test a complete module. The purpose of integration testing is test that communication between different modules is error free and modules are compatible with each other in terms of interface and data that they share. System testing is meant for testing software and configuration environment in which they are made by functional. അതായത് ഇതിന് നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് അറിയാം. അപ്പൊ യൂണിറ്റ് അതേപോലെ തന്നെ മൊഡ്യൂള് സിസ്റ്റം അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എവിടെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, ഒരു മൊഡ്യൂളിനകത്തായിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലോ മൊഡ്യൂളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ആയിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. ഇനി സിസ്റ്റം ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലോ ആ കോൺഫിഗറേഷൻ എൻവയോൺമെന്റിലായിരിക്കും അത് പെർഫോം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ താഴേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ളതിനൊരു ഡെഫിനേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ പല ഡെഫിനേഷൻ ഉണ്ട്. ജനറൽ ആയിട്ട് ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ജനറൽ ഡെഫിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചെക്കിംഗ് സംതിങ് ഫോർ ഫോൾട്ട്, ഡിസ്ഫങ്ഷൻസ് ഓർ എറേഴ്സ്. അതായത് എന്താണ് ഫോൾട്ട് അല്ലെ ഡിസ്ഫങ്ഷൻസ് അല്ലെ എറേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പം ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ വിത്ത് ദ
purpose of finding errors in it. എന്തോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് ഇറ്റ് സോഫ്റ്റ്വെയർ ഓർ പ്രോഗ്രാം. എന്തിനാ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓർ പ്രോഗ്രാം അഗെയിൻ ആൻഡ് അഗെയിൻ വിത്ത് ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് എറേഴ്സ് ഇൻ ഇറ്റ്. അതായത് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഓൾസോ എ പ്രോസസ് ഓഫ് എക്സാമിൻ if the software meet those stated requirements of note. അപ്പൊ എറേഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തും നമ്മൾ നോക്കണം. അതായത് റിക്വയർമെന്റുകൾ, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ക്ലയന്റിന്റെ റിക്വയർമെന്റിന്റെ ബേസിലാണ്. അപ്പൊ ആ ക്ലയന്റിന്റെ റിക്വയർമെന്റുകളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്? ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുവാ വരുന്നത്? എറർ ഉണ്ടോ എന്ന് നോക്കി, റിക്വയർമെന്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ നോക്കി. ഇനി നമ്മൾ എന്തുവാ നോക്കുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സോഫ്റ്റ്വെയർ ഫോർ ഇറ്റ് ക്വാളിറ്റി ഇൻ ടേംസ് ഓഫ് മീറ്റിംഗ് വിത്ത് ദ റിക്വയർമെന്റ് ആക്യുറസി ആൻഡ് എഫിഷ്യൻസി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം ഈ 3 കാര്യത്തിന്റെ ബേസിൽ അല്ലെ ഈ ഒരു 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക, പിന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡ് ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന്റെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെൻ സോഫ്റ്റ്വെയർ ഈസ് ഇംപ്ലിമെന്റഡ് ഇറ്റ് ഹാസ് എറേഴ്സ്. അതായത് നമുക്ക് മാനുവലി ചെയ്യുന്ന കാര്യമല്ലേ ഈ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ എറേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം ഡെവലപ്പേഴ്സിന് അപ്പം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം പിന്നീട് അത് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൊണ്ടുള്ള നീഡ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The errors in softwares are usually known as bugs. We must understand that not even a perfect and experienced developer is capable of writing a bug-free code. അല്ലേ? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും, എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരിക്കലും പറ്റുന്ന കാര്യമല്ല ഒരു ബഗ് ഫ്രീ കോഡ് എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് മെയിൻ ആൻഡ് ഇനിഷ്യൽ പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് ഓർ ബഗ്സ് ഇൻ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ. അപ്പൊ ഇത് മെയിൻ ആൻഡ് ഇനിഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയറിൽ എറേഴ്സ് ഓർ ബഗ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ എ പ്രോഗ്രാം ഈസ് റൺ അഗെയിൻ ആൻഡ് അഗെയിൻ വിത്ത് എ പർപ്പസ് ടു ഫൈൻഡ് എറേഴ്സ് ഇൻ ഇറ്റ്. എ പ്രോഗ്രാം ഓർ സോഫ്റ്റ്വെയർ ഈസ് റൺ and each of its functionality is tested to very accuracy. While testing bugs are found and reported, if the developer corrects the code that is causing the bug and it is tested again. Hence, the testing is a repetitive exercise to identify the bugs and correcting them, identifying and correcting them again. അപ്പം ഈ ഒരു ബഗ് റിപ്പോർട്ട് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബഗ് റിപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും? ടെസ്റ്റർ ആയിരിക്കും. അത് ആർക്ക് ഇൻഫോം ചെയ്യും? ഡെവലപ്പർക്ക് ഇൻഫോം ചെയ്യും. ഡെവലപ്പർ അത് കറക്റ്റ് ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In this process of finding and correcting errors, software testing hence assure the reliability of software in terms of functionality with respect to its requirement specification. Software testing is also required to test the performance of the system. Software of a good quality not only work correctly but efficiently as well. Hence, the important purpose of software testing is to check the performance of the software. If the software is not able to achieve the functionality efficiency, അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ പിന്നെ അതിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യും. പെർഫോമൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഏതൊരു സിസ്റ്റം യൂസ് ചെയ്താലും നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതായത് ലോഡിംഗ് ടൈം നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ആ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മൾ അവിടെ നോക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ നിശ്ചയിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഹൂ ഡസ് ദ ടെസ്റ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാ ചെയ്യുന്നത്?
അപ്പം ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആരായിരിക്കും? ഡെവലപ്പർ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും ആർക്ക് പോകുന്നത്? ടെസ്റ്റർക്ക് പോകുന്നത്. അപ്പൊ അതാണ് ഹിയർ വി നീഡ് ടു ബി ക്ലിയർ ദാറ്റ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് as soon as very first program is written by the developer. A programmer is responsible for testing in the code he or she write. The first testing of any code is usually done or should be done by the programmer who develop it. The programmer check the program he or she was written for functionality, accuracy and efficiency as well. അപ്പം ഏതൊരു പ്രോഗ്രാം എടുത്താലും അത് റിട്ടേൺ ചെയ്യുന്ന ആരോ അത് ഡെവലപ്പ് ചെയ്യുന്ന ആരോ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then from a complete software perspective, there is usually dedicated team of engineers who are responsible for through testing of the software. അതായത് നമ്മളൊരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ, അതായത് ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ടെസ്റ്റ് ചെയ്യുന്ന? ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടായിരിക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അവരായിരിക്കും അതിനെ ചെക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ the term is usually known as testing team. The prime purpose of the team is to test the software from all perspectives and report it accordingly in case there are some scope for improvement. The software is not delivered or considered to complete until this team sign off. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സും കൂടെ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ആ സോഫ്റ്റ്വെയർ ആർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ? ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ടെസ്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ടെസ്റ്റേഴ്സും വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ടെസ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? അത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടെസ്റ്റ് കേസ്. ടെസ്റ്റ് കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? We could begin by saying that a test scenario is a test case. Software is developed for a specific and a fixed set of requirement. We usually give the serial number or unique number to each requirement, such as requirement 1, requirement 2, and so on. During the testing, we test the software with respect to each requirement and make sure that each functionality is implemented. In order to test the single requirement, we might have multiple scenarios. Each scenario will test aspect of the requirement. Then possible scenario for each requirement are well designed, listed and documented. This is known as a test case. അതായത് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? നമുക്ക് തന്നിരിക്കുന്ന റിക്വയർമെന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ റിക്വയർമെന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഡെലിവർ ചെയ്യുന്നത്. അപ്പൊ ആ റിക്വയർമെന്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു ടെസ്റ്റസിനെയാണ് നമ്മൾ ടെസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് സെറ്റ് ഓഫ് റിക്വയർമെന്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അത് ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ എന്തായിരിക്കും? ഒരു യൂണിക് നമ്പർ, അതിന് നമ്മൾ ഒരു സീരിയൽ നമ്പർ കൊടുക്കും. ആ യൂണിക് നമ്പർ ആയിരിക്കും അത് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ചിലപ്പോൾ റിക്വയർമെന്റ് 1, റിക്വയർമെന്റ് 2 അങ്ങനെ ആയിരിക്കും നമ്മൾ അതിന് നമ്പറിങ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ റിക്വയർമെന്റ് നമ്മൾ എങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അല്ലെ നമ്മൾ എങ്ങനെയായിരിക്കും ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക? ടെസ്റ്റ് കേസുകൾ നമ്മൾ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? ഇവിടെ ഇവര് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. റിക്വയർമെന്റ് ID ഉണ്ട്, ടെസ്റ്റ് കേസ് ID ഉണ്ട്. റിക്വയർമെന്റ് 1 പിന്നെന്താണ്? ടെസ്റ്റ് കേസ് ഐഡിക്കകത്ത് T1 റിക്വയർമെന്റ് 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ചെക്ക് ഇഫ് സോഴ്സ് ഫയൽ ഈസ് സക്സസ്ഫുള്ളി കോപ്പീഡ് ഇൻ ടു ഡെസ്റ്റിനേഷൻ ഫയൽ. പിന്നെ റിക്വയർമെന്റ് 1 ടെസ്റ്റ് അതിനകത്ത് ചെക്ക് ദ പ്രോപ്പർ എറർ ഷോൺ ഇൻ ദ source file does not exist. Check if the proper message is displayed if the destination file2 is already exist. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമായിരിക്കും എന്തിനകത്ത് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് കേസിനകത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്ന ലോഗിൻ ഫംഗ്ഷനാലിറ്റി എടുക്കുകയാണെന്നുണ്ട്. അതായത് നമ്മൾ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ കൊടുത്തിട്ട് സക്സസ്ഫുള്ളി ലോഗിൻ ആവുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചെക്ക് എൻ്റെ വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് സക്സസ്ഫുള്ളി ലോഗിൻ ആണോ നോക്കാം. അതേപോലെ തന്നെ എന്തായിരിക്കാം?
നമുക്ക് യൂസർ നെയിമിന്റെ പാസ്വേഡിന്റെ ലെങ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റും. അതേപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോഴേക്കും എന്താ അത് പ്രോപ്പർ ആയിട്ട്, അതായത് നമ്മൾ കൊടുത്ത യൂസർ നെയിമോ പാസ്വേഡിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. അപ്പൊ ഓരോ റിക്വയർമെന്റ്, അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഒരു റിക്വയർമെന്റിന് നമുക്ക് ഏതൊക്കെ രീതിക്ക് നമുക്ക് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് കേസിനകത്ത് കൊടുക്കുന്നത്. അതായത് ഒരു യൂസർ നെയിം കൊടുക്കുമ്പോഴേക്കും ആ യൂസർ നെയിം നമ്മളിപ്പോ ഒരു ലോഗിൻ ഫംഗ്ഷനാലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ അതിനകത്ത് യൂസർ നെയിം വരും, പാസ്വേഡ് വരും, അതേപോലെ തന്നെ ലോഗിൻ വരും, അതേപോലെ തന്നെ എന്ത് വരാമുണ്ട്, റിമെമ്പർ അല്ലെ നമുക്ക് ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പൊ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഓരോ ഫീൽഡും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റും. അതേപോലെ തന്നെ യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റുമോ, അതിന്റെ ലെങ്ത്, അങ്ങനെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. പാസ്വേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് സ്ട്രോങ് പാസ്വേഡ് ആണോ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഒരു ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അത് എത്രത്തോളം സെക്യൂർ ആണ്, അല്ലെ അത് എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ടെസ്റ്റ് കേസ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. അപ്പം ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിനകത്ത് നമുക്ക് ആദ്യമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗും ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. എന്താ നമ്മുടെ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, white box testing is also known as structural testing or glass box testing. അതായത് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന എങ്ങനെയൊക്കെയാണ്, സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് അല്ലെ ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇറ്റ്സ് ഗോൾ ഈസ് ടു ടെസ്റ്റ് ദ ഇന്റേണൽ കോഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് എന്തിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഇന്റേണൽ കോഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ. അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റേണൽ കോഡ് ടെസ്റ്റ് ചെയ്യുമായിരിക്കും നമ്മൾ എവിടെ ചെയ്യുന്നത്, വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ടെസ്റ്റ് ദ പ്രോഗ്രാം അറ്റ് ലെവൽ ഓഫ് ദി സോഴ്സ് കോഡ്. അതായത് നമ്മൾ എന്തായിരിക്കും, സോഴ്സ് കോഡിനെ ആയിരിക്കും നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഹിയർ ദ ടെസ്റ്റർ ഹാസ് ദ നോളജ് ഓഫ് ദ ആക്ച്വൽ സോഴ്സ് കോഡ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആൻഡ് വാട്ട് ഈസ് ടെസ്റ്റഡ് ഈസ് ദ ഇന്നർ സ്ട്രക്ചർ ഓഫ് ദി പ്രോഗ്രാം. അപ്പം ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് ആ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് നോളജ് ഉണ്ടായിരിക്കണം, പ്രോഗ്രാം നോളജ് ഉണ്ടായിരിക്കണം. അതായത് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ടെസ്റ്റ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. The test cases are written within the knowledge of the logic of the program. അതായത് ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിന്റെ ബേസിലായിരിക്കും, നമ്മുടെ പ്രോഗ്രാം ലോജിക്കിന്റെ ബേസിലായിരിക്കും നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. വേർ we are only concerned with the testing of accuracy of the logic of the program. We do not focus upon requirement of the software. അതായത് തൊട്ട് മുന്നേ നമ്മൾ ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്ന റിക്വയർമെന്റിന്റെ ബേസിലാണ് കണ്ടു. പക്ഷേ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ എന്തിന്റെ ബേസിലായിരിക്കും ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഗ്രാം ലോജിക്കിന്റെ ബേസിലായിരിക്കും ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്താണ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിന്റെ ഇതിലായിരിക്കും നടക്കുന്നത്, ഇന്റേണൽ കോഡിനെ ആയിരിക്കും നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് സോഴ്സ് കോഡ്, നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, കോഡിന്റെ ബേസിലായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രോഗ്രാം നോളജ് ഉണ്ടെങ്കിൽ, അല്ലെ കോഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ റിക്വയർമെന്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം we may state white box testing is deep and detailed inspection of logic and structure of the source code of an application or program. Here the main focus is to exclusively execute the program several times with the different input into ensure the statement of the code is executed and tested.
ഇത് കണ്ട വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെ അവരൊരു കോഡ് തന്നിരിക്കും, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിഫറെന്റ് ടെസ്റ്റ് കേസ് അവർ തന്നിരിക്കുക. അതായത് ടെസ്റ്റ് കേസ് T1 എന്ന് പറയുന്ന ഏജ് ലെസ് ദാൻ 80 ആണോ, അതേപോലെ തന്നെ ഈക്വൽ ടു 80 ആണോ, ഗ്രേറ്റർ ദാൻ 18 വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ആ ഏജ് നമ്മൾ എന്താണ് എല്ലാ രീതിക്കുള്ള ഏജും കൊടുത്തു നോക്കണം, ലെസ് ദാൻ 18 കൊടുത്തു നോക്കണം, അതേപോലെ തന്നെ ഈക്വൽ ടു കൊടുത്തു നോക്കണം, ഗ്രേറ്റർ ദാനും കൊടുത്തു നോക്കണം. അതെല്ലാം കൊടുക്കുമ്പോഴേ അത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ആ ഒരു കാര്യം, അതായത് നമ്മൾ കോഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം, ആ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്തിനകത്ത് നടക്കുന്നത്, വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നടക്കുന്നത്. അപ്പൊ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോളജ് ഉണ്ടായിരിക്കണം, പ്രോഗ്രാം നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇൻ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഓൾ ദ ടെസ്റ്റ് കേസസ് ആർ റിട്ടൺ വിത്ത് ദ നോളജ് ഓഫ് ദി ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ലോജിക് ഓഫ് ദ കോഡ് ടു മേക്ക് എ മാക്സിമം ടെസ്റ്റ് കവറേജ് ഓഫ് ദി code. This primary done by the programmer or developer who develop the code. It is the first step to testing and to ensure that what they implemented in the code promise to execute accurately. അപ്പം ഈ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ളത് ചെയ്യുന്നത് ആരായിരിക്കും, പ്രോഗ്രാമർ അല്ലെ ഡെവലപ്പർ ആയിരിക്കും ചെയ്യുന്നത്. എന്ത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എസോസ്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന് ഗ്യാരണ്ടി ദാറ്റ് ഓൾ ഇൻഡിപെൻഡന്റ് പാത്ത് ഹാവ് ബീൻ എക്സിക്യൂട്ട് ഓൾ ലോജിക്കൽ ഡിസിഷൻസ് ഓൺ ദെയർ ട്രൂ ആൻഡ് ഫോൾസ് സൈഡ്സ്. അപ്പം അത്രയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പൊ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നമ്മൾ കണ്ടു, ഇന്റേണൽ അതായത് സോഴ്സ് കോഡിനല്ലേ പ്രോഗ്രാമർ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ്, ലോജിക് ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. റിക്വയർമെന്റുകളായിരിക്കും നമ്മൾ അതിന്റെ ബേസിലായിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തിന്റെ നോളജ് ആവശ്യമില്ല, പ്രോഗ്രാം നോളജ് ആവശ്യമില്ല. Black box testing is also known as functional testing. The sole purpose of black box testing is to test the application of software from its functionality point of view. In this type of testing, software is tested, check whether the software fulfill all the specified requirement. റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇൻ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ദ ടെസ്റ്റർ ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ടെസ്റ്റിംഗ് ലോജിക് ഓഫ് ദി പ്രോഗ്രാം. ദ ഇന്റേണൽ ഡീറ്റെയിൽസ് ഓഫ് ദി പ്രോഗ്രാം ഈസ് നോട്ട് നോൺ ടു ദി ടെസ്റ്റർ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഈസ് ലൈക്ക് എ ബ്ലാക്ക് ബോക്സ് ടു ടെസ്റ്റർ വേർ ദ ഇന്റേണൽ ഡീറ്റെയിൽസ് ഈസ് അൺഡിസ്ക്ലോസ്ഡ്. അപ്പൊ എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിനകത്ത് ഇന്റേണൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ റിക്വയർമെന്റിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതാണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് വി ആർ റിക്വയർഡ് ടു ബിൽഡ് സോഫ്റ്റ്വെയർ ഫോർ പർച്ചേസിംഗ് ബുക്സ് ഓൺലൈൻ. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്ന റിക്വയർമെന്റുകൾ എന്തൊക്കെയായിരിക്കും, യൂസർ ഷുഡ് ഏബിൾ ടു ലോഗിൻ ദി വെബ്സൈറ്റ്, പിന്നെ എന്തായിരിക്കാം, യൂസർ ഷുഡ് ഏബിൾ ടു സീ ദ ബുക്ക് കാറ്റലോഗ്, പിന്നെ എന്തായിരിക്കും, പ്ലേസ് ദി ഓർഡർ, പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ. അതായത് കോമൺ ആയിട്ട്, അതായത് നമ്മൾ ഒരു യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു എന്താ ഇ കൊമേഴ്സ് സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിനകത്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത്. നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, നമുക്ക് കാർട്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, കാർട്ടിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നില്ല, അതിന്റെ ഇന്റേണൽ കോഡ്, സോഴ്സ് കോഡിനെ നമ്മൾ അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പുറമേ കാണുന്ന അതിന്റെ ആ ഒരു ഫംഗ്ഷനാലിറ്റീസ് മാത്രമായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഫംഗ്ഷനാലിറ്റി ബേസ്ഡ് ചെക്കിംഗ് ആയിരിക്കും എവിടെ നടക്കുന്നത്, ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നടക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ആരായിരിക്കും, ടെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ല യൂസേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഇവരുടെ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് യൂസർ ഷുഡ് ഏബിൾ ടു ലോഗിൻ ദ വെബ്സൈറ്റ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാം, ചെക്ക് ഇഫ് ദ ലോഗിൻ സ്ക്രീൻ ഈസ് ക്ലിയർലി വിസിബിൾ ടു ദി യൂസർ ഓർ നോട്ട് ഉണ്ട്. പിന്നെ എന്റെ യൂസർ നെയിം പാസ്വേഡ് ഇൻ പ്രൊവൈഡഡ് സ്പേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് വാലിഡ് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടോ, ഇൻവാലിഡ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടോ,
അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നതാണ് കേട്ടോ. അതാണ് ചെക്ക് ഇഫ് ദ ലോഗിൻ സ്ക്രീൻ ഈസ് ക്ലിയർലി വിസിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെന്താണ്? എന്റർ യൂസർ നെയിം പാസ്വേഡ് പ്രൊവൈഡഡ് സ്പേസിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർലി ലോഗിൻ വിത്ത് വാലിഡ് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഇൻവാലിഡ് യൂസർ നെയിം വല്ലതും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻവാലിഡ് പാസ്വേഡ് കൊടുക്കുമ്പോഴും എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് വൈറ്റ് ബോക്സ് ആൻഡ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആണ് വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സും. ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, മുന്നോട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി നെക്സ്റ്റ് നമുക്ക് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ടെസ്റ്റിംഗ് യൂണിറ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് വീക്കിലല്ലേ വരുന്നത്. നെക്സ്റ്റ് സാറ്റർഡേ ആണ് ക്ലാസ് വരുന്നത്. അപ്പൊ ഇതുവരെയും പഠിച്ച ആ ടെസ്റ്റിംഗ് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇന്നത്തേന് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ എന്താണ് SRS DFT ഒക്കെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ, ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റമോ അല്ലെ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെയോ ഏതിന്റെയൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. കാരണം അത് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ എക്സാമിന് ചെന്നിരുന്ന് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. നിങ്ങളൊന്ന് മുൻപ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനെങ്കിലും പറ്റത്തുള്ളൂ. അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.